കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് ഇറാന്റെ അനുമതി ആവശ്യമാണ് എന്ന് വ്യക്തമാക്കി ഇറാൻ നാവികസേനാ മേധാവി രംഗത്ത്. അനുമതിയില്ലാതെ തന്നെ കടക്കുന്ന കപ്പലുകളെ കടലിൽ വെച്ച് തന്നെ ആക്രമിക്കുകയും കടലിൽ തന്നെ മുക്കിക്കളയും എന്ന ഭീഷണിയാണ് ഇറാൻ മുഴക്കുന്നത്. കടന്നുപോകാൻ അനുമതി ആവശ്യമാണ്, അല്ലാത്ത പക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാത്ത കപ്പലുകൾക്ക് അവിടെ നിന്നും സുരക്ഷിതമായി കടന്നുപോകാൻ സാധിക്കുമെന്നും മാത്രമല്ല, എണ്ണയുടെ ലഭ്യതക്കുറവ് പല രാജ്യങ്ങളെയും ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തള്ളിവിട്ടതായുള്ള സൂചനകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇറാൻ ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭാഗികമായി തന്നെ ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് ഇറാൻ തീരത്തൂടെ തന്നെ കടന്നുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെയും ഒമാന്റെയും തീരത്തെ വേർതിരിക്കുന്ന ഇടുങ്ങിയ ചാനലിലൂടെ തന്നെ പ്രതിദിനം 20 ലക്ഷത്തിലധികം ബാരൽ അസംസ്കൃത എണ്ണയാണ് കടന്നുപോകുന്നത്. ആ അളവ് ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഏകദേശം 1/5 ഭാഗത്തെയും, അത് കടൽ മാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/4 ഭാഗത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേപോലെ തന്നെ ലോകത്തിലെ വലിയ രീതിയിൽ ഒരു പ്രകൃതിവാതകത്തിന്റെ ഒരു പ്രധാന പങ്ക് ഇതേ പാതയിലൂടെയാണ് നീങ്ങുന്നത്. ആ ഒഴുക്ക് ഹ്രസ്വകാലത്തേക്കെങ്കിൽ പോലും കുറയുമ്പോൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളെയും വിതരണ ശൃംഖലകളെയും ഗാർഹിക ബഡ്ജറ്റുകളെ പോലും അതിന്റെ അനന്തര ഫലങ്ങൾ അവിടെ നേരിടേണ്ടി വരുന്നു എന്നതാണ് വാസ്തവം. അതേസമയം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം മുതലുണ്ടായ എണ്ണവിലയിലെ ഗണ്യമായ ചാഞ്ചാട്ടത്തെ തുടർന്ന് പരിമിതമായ ഇന്ധന വിതരണത്തിലെ വീഴ്ചയെ നേരിടാനുള്ള നീക്കത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജി ആകട്ടെ ഒരു തന്ത്രപ്രധാനമായ പെട്രോളിയം റിസർവിൽ നിന്ന് ഏകദേശം 172 ദശലക്ഷം ബാരൽ എണ്ണ ഇവിടെ ഇറക്കുമതി ചെയ്യാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതേസമയം യുഎയിൽ നിന്ന് ഗുജറാത്തിലെ കട്ല തുറമുഖത്തേക്ക് പുറപ്പെട്ട തായ്ലാന്റ് ചരക്ക് കപ്പലിന് നേരെ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ ആക്രമണം നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. തായ്ലാന്റ് ഉടമസ്ഥതയിലുള്ള മുയിരി നാരി എന്ന കപ്പലിന് നേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുക്കുകയും കപ്പലിന്റെ ആ ഒരു എഞ്ചിൻ റൂമിലും അതിന്റെ മുകൾ ഭാഗത്ത് അതിശക്തമായ തീപിടുത്തം ഉണ്ടായതായും കിലോമീറ്ററുകളോളം തന്നെ കറുത്ത പുക ഉയരുന്നതായും തായ്ലാന്റ് റോയൽ നേവി പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുകയാണ്. യുഎയിലെ ഖലീഫ പോർട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവശ്യ സാധനങ്ങളുമായി വരികയായിരുന്ന ഈ ഭീമൻ ചരക്കു കപ്പൽ വലിയ രീതിയിലാണ് ആക്രമിക്കപ്പെടുന്നതിനെ തുടർന്നുകൊണ്ട് കപ്പലിലുണ്ടായിരുന്ന 20 നാവികരെ രക്ഷപ്പെടുത്തിയെങ്കിൽ പോലും 3 പേരെയും ഇതുവരെ, അതിലുണ്ടായിരുന്ന 3 പേരെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവരെ കാണാതായതായാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അതേപോലെ തന്നെ അവിടെ കപ്പൽ ആക്രമിക്കപ്പെട്ടതോടുകൂടി തന്നെ ലൈഫ് എഫക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാവികർ കടലിലേക്ക് ചാടുകയായിരുന്നു. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് വഴി ഭാരതത്തിലേക്കുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടാനുള്ള ഇറാന്റെ നീക്കം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് രാജ്യാന്തര സമൂഹം കണക്കാക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി നിലനിൽക്കെ തന്നെ ഇറാൻ തീരത്തേക്ക് വരുന്ന കപ്പലുകൾ അവയെ ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തിന്റെ ഊർജ്ജ വ്യാപാര സുരക്ഷയ്ക്ക് പോലും ഇത് വലിയ വെല്ലുവിളിയായി തന്നെ ഉയർത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.